വിഷുവിന്റെ തലേദിവസം പടക്കം പൊട്ടിക്കലും പൂത്തിരിത്തിക്കലും ഒക്കെ ആയിട്ട് വീട്ടിൽ നല്ല രസമായിരുന്നു കേട്ടോ. കുഞ്ഞായിയുടെ ആദ്യത്തെ വിഷു ഈസ്റ്ററൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കുഞ്ഞുമണിക്ക് അത് പ്രത്യേകം ഉണ്ടായിരുന്നു. വിഷുവിന്റെ അന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് 7:30 ആയിട്ടുണ്ടായിരുന്നേ. അടുക്കള പണിയിൽ ഞാൻ തീരെ പുറകോട്ടാണ് കേട്ടോ. എനിക്ക് ഒട്ടും സ്പീഡില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തലേദിവസം തന്നെ കഷ്ണങ്ങൾ കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അവിയലിന് സാമ്പാറിനൊക്കെ ഉള്ളത്. അതാണ് എന്തെങ്കിലും ഒരു വിശേഷ ദിവസം എൻ്റെ അടുക്കളയിലെ പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിയാവും കേട്ടോ. ഇന്ന് എന്താ 12 മണി ആയപ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിഞ്ഞേ. ഒരു കുഞ്ഞ് അവിയൽ സാമ്പാറും പപ്പടം തോരനും പായസവും മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. വലിയ കാര്യമായിട്ട് സദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. വയറ് നിറച്ച് സദ്യ കഴിച്ചാൽ പിന്നെ നന്നായിട്ടൊരു ഉറക്കം, അത് പതിവാണല്ലോ. ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. നേരത്തേക്ക് എന്തെങ്കിലും ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസം തന്നെ ഞാൻ വീട്ടിൽ കിടന്ന് കയറ് പൊട്ടിച്ച് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് എത്തുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ഫുഡും കഴിച്ചൊരു ഉറക്കം കൂടി കഴിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സദ്യ ഉണ്ടാകാൻ ഇല വെട്ടണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ എൻ്റെ മടി കാരണം പിന്നെ ഇലയൊന്നും വെട്ടാൻ പോയില്ല കേട്ടോ. കിട്ടിയ ഒരു പ്ലേറ്റ് എടുത്ത് കിട്ടിയതൊക്കെ വാരി കുട്ടി